അമ്മച്ചോ അപ്പോൾ നമ്മൾ പറഞ്ഞ എത്തിയിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് വീട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താ പറയാ, ഈ വരുമ്പോ തന്നെയുള്ള ഈ ഒരു വലിയൊരു പ്രതിഭാസത്തെ നല്ലൊരു വ്യക്തിത്വത്തെ തന്നെ കൊടുന്നാണ് അതിൽ കൊടുന്നാണ് ഇഷ്ടമായത്. പൂക്കള് സ്വീകരിക്കല്ലേ, അടിപൊളി പൂക്കളാണ്. പക്ഷെ ഈ പൂക്കളല്ല ഇവിടുത്തെ വിഷയം. രണ്ടാളുകൾ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കഷനിലാണ്. വാപ്പിയും മോനും. ഓക്കെ, നമ്മൾ പരിചയപ്പെടല്ലേ സുഹൃത്തുക്കളെ? അപ്പോ മുഖവരൊന്നും കൊണ്ടില്ല, ആ പേരൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങളുടെ പേര് പറയും. മൊയ്തീൻ. അഷർ. ഇപ്പൊ ഫേമസ് കയ്യരി എന്താ സംഭവം ഞാൻ പറയാം. അഷർ സാഹിബ് എന്നൊക്കെ പറയാം. എങ്ങനെ കൊടുന്നത് ഇത് സംഭവം എന്താ പറയാ, ഞങ്ങളൊക്കെ ഹാപ്പി നിമിഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം പിന്നെ അബ്ദുറഹീമിന്റെ വിഷയം, പിന്നെ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അതിൽ ഇടപെട്ടു. ഇന്നലെ രാത്രി അവിടെ തന്നെ ആയിരുന്നു. ഒരുപാട് ആളുകൾ മലയാളികൾ ഏറ്റെടുത്തു. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 34 crores എന്ന ആ മാജിക് നമ്പറിലേക്ക് കവർ ചെയ്തു. ഒക്കെ അത്ഭുതം തന്നെയാണ്. പക്ഷേ അതിന്റെ പിറകിൽ പ്രവർത്തിച്ച സേവ് അബ്ദുറഹീം എന്ന മച്ചു പറഞ്ഞേ അതിന്റെ ആപ്ലിക്കേഷൻ വളരെ വിദഗ്ധമായിട്ട്, പിന്നെ ഒരു പഴുതുകളും ഇല്ലാത്ത ആപ്ലിക്കേഷൻ മലയാളിക്ക് അല്ല ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു ടീമിന്റെ ലീഡർ. പേരിലല്ല പ്രസക്തി, ഞങ്ങൾക്ക് പേര് വേണ്ട. നിങ്ങൾ ചെയ്ത സേവനം ഉണ്ടല്ലോ, ഒന്ന് ഹഗ് ചെയ്യട്ടെ. അത് സന്തോഷം. പറഞ്ഞോളൂ, കൂടുതലൊന്നും പറയാനില്ല. ഞാനെന്താ അറിയോ, ഞാൻ ആ വീഡിയോ ആദ്യം ചെയ്തപ്പോൾ 3-3.5 കോടിയായിരുന്നു. അന്നൊക്കെ ഇങ്ങനെ മന്ദഗതി നമ്മൾ വീഡിയോ ചെയ്തു, ഒരുപാട് ആൾ ഏറ്റെടുത്തു. പക്ഷെ ഇതിൽ വലിയൊരു ബൂമിങ്, ഭയങ്കര ചേഞ്ച് വന്നത് നിങ്ങളുടെ ആപ്പ്. അതിനൊന്നും പറഞ്ഞോളൂ, എന്താ സംഭവം? ഫസ്റ്റ് ഒരു ടീം വർക്കാണ്. അതായത് ഞാനൊരു ടീമിൻ്റെ ഒരു ഇതിൽ നിന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടീം വർക്ക്, ഒരുപാട് പേരുടെ അധ്വാനം ഈ ആപ്പിൻ്റെ പുറകിലും ഉണ്ട്. ഈ ഒരു കുറ്റമറ്റ രീതിയിൽ ടെക്നോളജി കൊടുക്കാൻ നമുക്ക് കുറേ സാധിച്ചു. പക്ഷെ അത് മാത്രമേ നമുക്ക് കഴിയുള്ളൂ. പേയ്മെൻറ്റ് സക്സസ് ആക്കുക എന്നുള്ളത് മറ്റുള്ള ആളുകളെ സമൂഹം ഏറ്റെടുക്കേണ്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ആപ്പിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് സുതാര്യതയാണ്. കറക്റ്റായിട്ട് സുതാര്യത എന്ന് പറഞ്ഞാൽ ഒരാൾ പൈസ ഒരു രൂപയും എല്ലാവരും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണല്ലോ. സ്വാഭാവികമായിട്ട് അത് കൊടുക്കുമ്പോൾ അത് യഥാർത്ഥ അർഹരായ ആളുകൾക്ക് കൊടുക്കുന്നവന്റെ ഒരു ആത്മാർത്ഥതയുടെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് കൃത്യമായിട്ട് ആളിലേക്ക് എത്തി എന്നുള്ളതും അപ്പം തന്നെ റെസിപ്റ്റ് ലഭിക്കുക എന്നുള്ളതും, അത് അവർ ആ പൈസ അടച്ചതിൻ്റെ റെസിപ്റ്റ് ആ അക്കൗണ്ടിലേക്ക് തന്നെ കിട്ടി എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്താനും, പിന്നെ ഈ അദ്ദേഹത്തിന് ആവശ്യമുള്ള പണം മതിയല്ലോ, അതിലേറെ ഒരു രൂപേൻ്റെ ആവശ്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് ആ പൈസ അവിടെ എത്തുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷനാണെങ്കിൽ നമുക്ക് നിർത്താനും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആവശ്യമുള്ള പണം മാത്രം സ്വീകരിക്കാനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ആപ്ലിക്കേഷന് ഒരു വിജയമായിട്ട് ആവാനുള്ള സാധ്യത. പിന്നെ ലിമിറ്റില്ലാതെ എത്ര ലിമിറ്റ്, ഡെയിലി കോടികൾ, ഒരു അരമണിക്കൂറിൽ കോടികൾ വന്നിട്ടും ഒരു സെക്കൻഡിനുള്ളിൽ 100-200 പേയ്മെൻറ്റ്സാണ് വന്നിരുന്നത്. ഒരു സെക്കൻഡ് നമ്മൾ ആപ്ലിക്കേഷൻ നിർത്തുന്ന അതേ സെക്കൻഡിൽ 11 ലക്ഷം രൂപയാണ് അക്കൗണ്ടിലേക്ക് വന്നത്. അത്രയും സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്പീഡായിട്ടും ഒരു തകരാറ് പോലും ഇല്ലാതിരിക്കാൻ കാരണം ബാക്ക് എൻഡിലെ ടീം കൃത്യമായി സർവൈലൻസ് ചെയ്ത് അക്കൗണ്ടുകൾ കൃത്യമായി മാനേജ് ചെയ്യും. ഒരു അക്കൗണ്ട് നിന്നാൽ അടുത്ത അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആവും. അതങ്ങനെ അതിനൊരു ടീം തന്നെ ഇരിക്കുന്നുണ്ട് വാച്ച് ചെയ്യാനും. പിന്നെ ആളുകൾക്ക് സംശയങ്ങളുണ്ട്, അതൊക്കെ തീർക്കാൻ ടീം തന്നെ, വലിയൊരു ടീം തന്നെ ഇരുന്നിട്ടാണ് ഇതിൻ്റെ ഇത് ചെയ്യുന്നത്. പക്ഷെ പുറത്ത് കാണുമ്പോൾ ഒരു ആപ്പേ ഉള്ളൂ, പക്ഷെ ബാക്കിൽ ഒരുപാട് പേര്. സ്പൈൻ കോഡ്സ് എന്നാണ് ഫേമിൻ്റെ പേര്, മലപ്പുറത്ത്. പിന്നെ പെരിന്തൽമണ്ണ ഞങ്ങൾ 3 പേരെ കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അത് ഞാൻ പിന്നെ ഹാഷിം, മുഹമ്മദ് ഹാഷിം, ആനക്കായുള്ള ഹാഷിം, അതുപോലെ തന്നെ കീശ്ശേരി കുഴിമണ്ണുള്ള പിന്നെ മുഹമ്മദ് ഷുഹൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഞങ്ങൾ 3 പേര് തുടങ്ങിയിട്ട് 10-70ഓളം സ്റ്റാഫുണ്ട്. 2 സ്ഥാപനങ്ങളിലായിട്ട്, പെരിന്തൽമണ്ണ ന്യൂ റോബോട്ട്സ് എന്ന പേരിൽ വേറെ സ്ഥാപനമായിട്ട് ഞങ്ങൾ 2 സ്ഥാപനം. എന്താ വെച്ചാൽ അഷർ ഒതുക്കങ്ങക്കാരൻ എന്നുള്ള ആൾക്ക്, നമ്മുടെ നാട്ടുകാരൻ എന്നുള്ള ആൾക്കുള്ള ഒരു വരവാണ് വന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ അതുകൊണ്ടാണ് നിങ്ങളുടെ കമ്പനിയെ പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്. ഒരുപാട് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഫോണിൽ. ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു വരെ കോളുകളാണ് അഭിനന്ദിച്ചിട്ടും പിന്നെ ഒരുപാട് സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടും ഇനി നമുക്ക് ഒരുപാട് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഇതിലൊക്കെ ഒരുപാട് ഇതുണ്ട്. പിന്നെ ഒരുപാട് റിക്വയർമെൻറ്റ് പറയുന്നുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ ഇതുണ്ട്, ഞങ്ങൾക്ക് ഇനി ഒരുപാട് റിക്വയർമെൻറ്റ് ഇങ്ങനെ ഉണ്ട്. പല ആവശ്യമുള്ള റിക്വയർമെൻ്റ് ഉള്ള ബിസിനസ്സൊക്കെ നമ്മളെ പിന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരാൾ പിന്നെ നമ്മളെ മഞ്ഞളാംകുഴി അലി സാഹിബാണ്. അദ്ദേഹം പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ പലരും വിമർശിച്ചിരുന്നു. ഒരാളൊരു പൈസ അടക്കണമെങ്കിൽ അലിയാക്കാണ്, അത് പൈസ അടക്കുമ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെ ചെയ്യും, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പ്ലേ സ്റ്റോറിൽ പോയിട്ട് വെറുതെ എന്തിനാ ഒരാൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നൊക്കെ ആളുകൾക്ക് സംശയങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു.
അത് ഏറ്റവും ആദ്യം വളരെ ശക്തമായി ഇതിനെ എതിർത്തിട്ട് ഈ ഒരു സാധനം ഫസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് മൂപ്പരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് 28 കോടി മുസ്ലിം ലീഗിന് വേണ്ടി കളക്ട് ചെയ്തത്. അതുമാതിരി IYCക്ക് വേണ്ടി ദേശീയ തലത്തിൽ ചെയ്തു, ദേശീയ തലത്തിൽ ചെയ്തു. അതൊക്കെ നമ്മൾ ചെയ്ത് ആ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ദൗത്യം അവർ നമുക്ക് ഏൽപ്പിച്ചു തന്നത്. അപ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ ആദ്യം ഗൂഗിൾ പേ നമ്പറുകളാണ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞ ലിമിറ്റാണ് പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോഴും അതൊക്കെ പോസിബിൾ ആവുള്ളൂ എന്നുള്ള ധാരണ കുറേ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടി ഇപ്പോൾ അഷറഫ് ഏങ്ങാട്ട് ഒരുപാടായിട്ട് മൂപ്പരും ആപ്പ് തന്നെ വേണം നിർബന്ധിച്ച് മുടിച്ച്, അതുപോലെ PMS എമീർ ഇവരൊക്കെ ആപ്പിൽ അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ മറ്റുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ഒരു ട്രസ്റ്റാണല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ ഓട്ടോമാറ്റിക്കലി എല്ലാവരും പിന്നെ ആപ്പിലേക്ക് മാറുകയും ആപ്പ് തന്നെയാണ്. കാരണം ഒന്ന് ഇതിന് സ്റ്റോപ്പേജ് ഇഷ്യൂസ് ഇല്ല. എന്താ വെച്ചാൽ ഇപ്പോൾ പല വീടുകളിലേ നിങ്ങൾ ആപ്പിന് ശേഷം ആളുകൾക്ക് ഇതിൻ്റെ ട്രാൻസ്പെറൻസി, പിന്നെ ഒരു കോൺഫിഡൻസ് കൂടി, പൈസ അവിടെ എത്തുന്നുണ്ടോ മനസ്സിലാക്കാൻ സാധിച്ചു, എത്ര ടൈമിൽ എത്ര പൈസ എത്തുന്നു മനസ്സിലാക്കി, ഇനി എത്ര വേണം അയക്കാനുള്ളത് ഒക്കെ വളരെ കുട്ടികൾ വരെ എൻ്റെ മകനൊക്കെ ഫുൾ ടൈം ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അലിൻ്റെ മക്കള് എല്ലാവരും സ്ഥിരമായിട്ട് അവരിങ്ങനെ നോക്കുകയാണ്, മുതിർന്നവർ ചോദിക്കുകയാണ് എത്ര അതാണ് എല്ലാവരും. അപ്പൊ അത് ഞങ്ങളൊരു ആപ്പിന്റെ അത് വളരെ ചേഞ്ച് ആണ് ഈ ചാരിറ്റിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാ എനിക്ക് തോന്നുന്നത്, ഇപ്പൊ നമ്മളൊക്കെ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് നമ്മളൊരു വീഡിയോ അങ്ങനത്തെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ആപ്പുകളല്ല നല്ലത്. കാരണം നമുക്ക് എത്ര ഫണ്ട് അല്ല, അത് ഈ ഫണ്ടിങ്ങിൽ തന്നെ നമുക്ക് ബോധ്യമായി. അല്ല ഇനി മുതൽ അതെ എത്രയോ മണിക്കൂറുകൾ കൊണ്ട് പോച്ച നേരിട്ടുള്ള കളക്ഷൻ സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴുള്ള പ്രതിസന്ധി എത്ര വന്നു ബാങ്കിനായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നോക്കണം, ജനങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ പറയുമ്പോഴേ അറിയുള്ളൂ ഇത് എത്ര സ്പോട്ടിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൂടെ, ഏതൊരാൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാന്നുള്ള മനസ്സിലായും ചെയ്തു, എല്ലാവരും ഫെമിലിയർ ആയി എന്നുള്ളതാണ് ഈ ആപ്പ് അല്ലേ. യെസ്, അതാണ്. അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാണ് നല്ലത്. എങ്ങനെ ഇപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ടുകൾ തീരില്ലാതെ ഇത് മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് 34.00 എന്ന് പറഞ്ഞ എമൗണ്ടിൽ നമുക്ക് നിർത്തിയിരുന്നു. ഇത് ബാങ്ക് അക്കൗണ്ടും ഇതും വരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അതായത് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ 30 കോടിയിലാണ് നിർത്തിയത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 44 കോടിയോളം ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് ഒരു ഇത് വന്നു. അങ്ങനെ ഓഡിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നിർത്താൻ കരുതിയിട്ട് 30 കോടിയിൽ ആപ്പ് നിർത്തി. പിന്നെ ബാങ്കിൽ നോക്കിയപ്പോൾ 4.45 ലക്ഷം റുപ്യ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ ആരെങ്കിലും ഇട്ട പേയ്മെന്റുകൾ ഇന്ന് നെഫ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. നമ്മൾ തന്നെ കുറച്ച് ക്യാഷ് കൊണ്ടു കൊടുത്തു. അതായത് നമ്മളെ കയ്യിൽ വന്നു രാത്രി ഞങ്ങൾ 42,000 രൂപ ഇന്നലെ കൊണ്ടു കൊടുത്തു രാത്രി. അതൊക്കെ ഇന്ന് അക്കൗണ്ടിൽ വരുള്ളൂ. അപ്പൊ അങ്ങനെ എത്ര പേയ്മെന്റ് ഉണ്ടാവും. അപ്പൊ ആ പൈസ അഷർ പിന്നെ ഉപ്പ നിങ്ങളാണ് മൊയ്തീൻ സാഹിബ് നമ്പറൊക്കെ ആയിരുന്നു അല്ലേ? അതെ, ഭാര്യ മെമ്പർ ആയിരുന്നു. അല്ല ഈ ചെടിയൊക്കെ നിങ്ങളതാണ്. അൽഹംദുലില്ലാ കാണാൻ പറ്റി. സന്തോഷം. അഷർ നാട്ടുകാരെന്നുള്ള അഭിമാനം തോന്നുന്നു. ഒരു 60 മേലെ അപ്പൊ ഇതിനിടയ്ക്ക് ചെടി പറയുന്നുണ്ട് കേട്ടോ. ഒരു 60 ആപ്പിനായിട്ട് യാതൊരു ബന്ധമില്ല. നേതാവ് കൂടിയാണ്. അതല്ല, പ്രകൃതിക്ക് ഇത് ആവശ്യമാണ് ഈ സാധനം വേണം. ആപ്പൊക്കെ രണ്ടാമതാണ്, പ്രകൃതി നിലനിൽക്കണം. പറഞ്ഞോളൂ. എന്നിട്ട് 60-ൽ പരം ചെടികളുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. കൃഷിയോട് താല്പര്യം. പിന്നെ അതൊക്കെ എന്ത് തോന്നുന്നു മകനെ കുറിച്ച്? നല്ല അഭിമാനമുണ്ട്. പ്രൗഡാണ് ആണല്ലേ? ഞാൻ +1 +2 2009 ഞങ്ങളുടെ ടീമിലെ അംഗം ഷാവുൽ മാഷ് നിങ്ങളെ കുറിച്ച് കുറച്ച് നേരത്തെ എന്റെ സ്റ്റുഡന്റ് കൂടെയാണ്, നമ്മളെ സ്റ്റുഡന്റ് ആണ്. കിങ്കാലിദ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഏതാ പഠിച്ചതൊക്കെ? ഞാൻ പിന്നെ പഠിച്ചത് അവിടെ ഹൈസ്കൂളിൽ പഠിച്ചത് പിന്നെ പറപ്പൂർ സ്കൂള്, +1 +2 ചെറൂർ എത്തി PPTM IHS. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ BTech കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ എറ്റിസലാത്തിൽ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നു. BTech പിന്നെ ഈസിയാണ് ശരിക്കും. അത് കഴിഞ്ഞാൽ അവിടെ ഈസിൻ്റെ തന്നെ എറ്റിസലാത്തിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് അതൊരു 2-3 വർഷത്തോളം വർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഞങ്ങൾ സുഹൃത്തുക്കൾ 3 പേര് ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു പിന്നെ സംരംഭമാണിത്. അത് 2017 സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഹാപ്പിയാണ്? ഷുവറായിട്ട്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് വരാനുണ്ടോ? പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പല ടെക്നോളജി ഉണ്ട്. കാരണം UPI ഒക്കെ റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ April 1 മുതൽ ഒരുപാട് റെസ്ട്രിക്ഷൻ വന്നു. April 1 മുതൽ 25 പേയ്മെൻറ്റ് മതി. പല UPI ഐഡികളും നിർത്തി, പല UPI ID പല മെത്തേഡുകളിലും മാത്രമാക്കി. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ പുതിയ റെസ്ട്രിക്ഷന് ഈ മാർച്ച് 31 കഴിഞ്ഞിട്ട് 1 മുതൽ പിന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാലക്രമേണ പല സിസ്റ്റങ്ങൾ. ആപ്പിൻ്റെ ഒരു കാലഘട്ടമാണ്. ഏതായാലും നിങ്ങൾ ചെറിയൊരു ആപ്പല്ല കണ്ടുപിടിച്ചത്, അത് വലിയൊരു അത്ഭുതകരമായ ആപ്പ് എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഏറെ സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനത്തെ ആളുകൾ വേറെ സന്തോഷ വാർത്ത. ഈ 34 കോടിയിൽ ഏറ്റവും കൂടുതൽ കോടി
തിരിച്ചത് നമ്മുടെ മലപ്പുറം 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 ജില്ലയാണ് അത് സന്തോഷമുണ്ട്. മലപ്പുറം ജില്ല അത് നമ്മൾ ആപ്പാകുമ്പോഴേ കിട്ടുള്ളൂ. ആപ്പാകുമ്പോൾ ആരൊക്കെ എത്രയൊക്കെ കൃത്യമായിട്ട് അറിയാം, ഏത് മണ്ഡലമാണ്, അസംബ്ലി മണ്ഡലം പറയും, എല്ലാം പറയുന്നത്. ഏത് സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു മലയാളി ആയതിൽ പ്രൗഡ് മൊമെന്റ് ആണ്. ഷുവർ അല്ലേ? കാരണം ബോച്ചയെ പോലുള്ള ഒരാള് പിന്നെ അവിടെ ഏറ്റെടുക്കുന്നു. പിന്നെ ഒരുപാട് ആളുകൾ ജാതി മത രാഷ്ട്രീയം ഒന്നും ഇല്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഈ ഐക്യം തുടരട്ടെ. ഇത് നമ്മുടെ അഷറിന്റെ മൂത്ത മകനാണ്, അബ്ബ ഹക്കിയാസ്. അബ്ബാസ് അക്കിയാസ്. ഒന്നും പറയടാ പേര്. പേര് പറയും. എത്രല്ല പഠിക്കണേ? UKG. ഇത് നമ്മളെ ക്യാമറമാട്ടാ. പേര് പറയും. അതായത് നിങ്ങളെ മോളെ കുട്ടി. പെരുന്നാൾക്ക് ഒന്നാവൂല്ലേ? അപ്പൊ അഷർ ഇത് ഇത് രണ്ടാമതാണ്. പേരെന്തായിരുന്നു കുട്ടിന്റെ പേര് അഖിലിസ്, ആല അഖിലിസ്. ഓക്കെ.